ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി മന്ത്രി VN വാസവൻ. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്ന് VN വാസവൻ പറഞ്ഞു. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ വെള്ളാപ്പള്ളി കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കി. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നയാളാണ് വെള്ളാപ്പള്ളിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പള്ളുരുത്തിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയസ്സുകാരനായ യുവാവിന്റെ മരണത്തിൽ ഭാര്യയും ഭർത്താവിന്റെ ബന്ധുവും അറസ്റ്റിൽ. ദില്ലിയിലാണ് സംഭവം. കരൺദേവ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ സുസ്മിത, കൊല്ലപ്പെട്ട കരണിന്റെ ബന്ധു രാഹുൽ എന്നിവർ അറസ്റ്റിലായി. തേവലക്കര സ്കൂളിലെ അപകടത്തിൽ പ്രധാന അധ്യാപികയുടെ മുകളിൽ മാത്രം കുറ്റം ആരോപിക്കുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീഴ്ച വരുത്തിയ എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. വൈദ്യുത ലൈന് തൊട്ടുമുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നും അദ്ദേഹം ചോദിച്ചു. UDF MLA-മാരുടെ മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ സുരക്ഷ ഓഡിറ്റിംഗ് നടത്തുമെന്നും VD സതീശൻ വ്യക്തമാക്കി. തുടക്കം തന്റെ മണ്ഡലത്തിൽ എന്നും VD സതീശൻ പറഞ്ഞു. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന മറുപടി അർഹിക്കുന്നില്ല. അപകടമുണ്ടായവർക്ക് സഹായം ചെയ്യാനാവുന്നത് സർക്കാരിനാണ്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വിശദീകരണവുമായി ഭർത്താവ് സതീഷ് രംഗത്തെത്തി. ശനിയാഴ്ച മുതൽ അതുല്യ പുതിയ ജോലിക്ക് പോകാനിരുന്നതാണ്. സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു. തിരികെ വന്നപ്പോഴാണ് അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് സതീഷ് പറഞ്ഞു. താൻ വീട്ടുകാരുമായി സംസാരിക്കുന്നത് അതുല്യയ്ക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ 5 വർഷമായി അവരുമായി ബന്ധമില്ല. ഞാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നത് ഇഷ്ടമല്ല. അതുല്യ അബോർഷൻ ചെയ്തത് എന്നെ മാനസികമായി തളർത്തി. കൊല്ലത്തെ ആശുപത്രിയിൽ നിന്നാണ് അബോർഷൻ നടത്തിയത്. ആ സമയത്ത് മദ്യപിച്ചു. അന്ന് മുതൽ മാനസികമായി തമ്മിൽ അകന്നുവെന്നും സതീശൻ പറയുന്നു. CPI പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കവേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വീണ്ടും K ഇസ്മായിൽ. തന്റെ നാടായ വടക്കഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ നല്ല വിഷമമുണ്ടെന്ന് K ഇസ്മായിൽ പറഞ്ഞു. സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ ചർച്ചകൾ ഉണ്ടാകില്ലെന്നും ചർച്ച ചെയ്യേണ്ടവർ പലരും പാർട്ടിക്ക് പുറത്താണെന്നും K ഇസ്മായിൽ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്.